വ്യൂവേഴ്സ് മർത്തിയ 14 എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വീക്കെൻഡ് സ്പെഷ്യൽ മർത്തിയ സ്പെഷ്യൽ ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ട് നിങ്ങൾക്ക് വന്നിട്ടുള്ള വീക്കെൻഡിൽ നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി. അതിന് ആദ്യമായിട്ട് നല്ല ചിക്കൻ കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളം ഊരാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ മാറ്റി വെക്കാം. ആ വെള്ളം ഊരി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. അന്നുണ്ടല്ലോ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, മൂന്നും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഏകദേശം 2-3 മണിക്കൂർ മാറ്റി വെക്കാം. നല്ല മസാല ഒക്കെ പിടിച്ച് ഉപ്പൊക്കെ പിടിച്ച് നല്ല ക്ലിയർ ആയിട്ട് വരാം. ഓക്കെ, അതെല്ലാം മാറ്റി 2-3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താക്കണം, ഇതിന് നല്ല ടേസ്റ്റായിട്ട് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കി വെക്കണം. അതിന് ഒരുപാട് ചേരുവകളൊന്നും വേണ്ട. ജസ്റ്റ് വന്നിട്ടല്ല ഗരം മസാല, അതുപോലെ പൊടികൾ, ഇതൊക്കെ വേണം. അപ്പോൾ എങ്ങനെയാണ് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യം ഒരു പാത്രം വെച്ച് കൊടുക്കാം. എന്നിട്ട് പാത്രം വെച്ച് ആ പാത്രം ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അതാ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കണം. അങ്ങനെ കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് മറ്റുള്ള ചേരുവകൾ കൊടുക്കാം. ആദ്യമായിട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. കാണുന്നുണ്ടല്ലോ, കറിവേപ്പില ഒന്ന് പൊട്ടി ഇതായിട്ട് വരുമ്പോൾ അതിലേക്ക് മറ്റു ചേരുവകൾ, അതായത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇടിക്കേണ്ട പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞ് കൊടുത്താൽ മതി. അതിൻ്റെ ഒന്ന് പച്ചമണല മാറി വരുമ്പോൾ നമുക്ക് ബാക്കിയുണ്ട് ചേരുവ. അപ്പോൾ ഇത് മറ്റേ പാത്രത്തിൽ ഞാൻ ഇതിനുള്ള മസാലയാണ് വെച്ചിട്ടുള്ളത്. അതായത് മുളക് പൊടിയും കുരുമുളക് ഇതൊക്കെ അത് ഇതായിട്ട് വരുമ്പോൾ കുറച്ച് മസാല പിടിച്ച് വെച്ച് ചിക്കൻ ഉണ്ടല്ലോ അതും കൂടി ഇത് ചേർത്തിട്ട് അങ്ങനെയുള്ള അങ്ങനെ മസാല പിടിച്ച് ആ ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് അപ്പോൾ ചിക്കൻ ഒരു 10 മിനിറ്റ് നന്നായിട്ട് അടിച്ച് വെച്ച് വേവിച്ച് കൊടുത്ത് അതിന് ശേഷം നമുക്ക് മറ്റു ചേരുവകൾ ചേർക്കാം. ആദ്യം ഞാൻ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതായത് കുരുമുളക്, മല്ലി, വലിയ ജീരകം 3 നന്നായിട്ട് ഇടിച്ച് അത് ചേർത്ത് കൊടുത്ത്, ഗരം മസാല ചേർത്ത് കൊടുത്ത്, സവാള അവസാനം ചേർത്ത് കൊടുത്ത് എണ്ണയിൽ വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ നീളത്തിലരിഞ്ഞ് സവാള ചേർത്ത് കൊടുത്ത് പിന്നീട് അതിന് ശേഷം ചില്ലി ഫ്ലേക്സ്, തക്കാളി ഇതും ചേർത്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടി വീണ്ടും അടിച്ച് വെക്കാം. അങ്ങനെ അടിച്ച് വെച്ച് നല്ല അവസാനം വെന്തതിന് ശേഷം ഇതാ കറിവേപ്പിലയും വെളിച്ചെണ്ണ ചേർക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ബൈ. ടേക്ക് കെയർ. നസീസ് മർത്തി.